Good morning students, my name is Rajula Ramachandran. I am a postgraduate in botany. I have 3 years experience in NEET Foundation and entrance coaching. Now I am in association with Jay Bharat Group. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആനിമൽ കിങ്ഡത്തിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആനിമൽസിന്റെ കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം ആനിമൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ജനറൽ ഫോമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും റെഡ്യൂസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിലെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഈ ക്ലാസിഫിക്കേഷനിൽ പോയിന്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ദെൻ നോക്കാം. കിങ്ഡം, ദാറ്റ് ഈസ് കിങ്ഡം ഏതാ വരുന്നത്? ആനിമേലിയ ആണ്. ആനിമൽസ് ഉൾപ്പെടുന്ന കിങ്ഡത്തിനെ നമ്മൾ കിങ്ഡം ആനിമേലിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി വരുന്ന എല്ലാ ഓർഗാനിസംസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതിന്റെ ബോഡിയുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ട്, അതുപോലെ സിമട്രി. ഓക്കെ, ദെൻ ബോഡി സീലം ആൻഡ് അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇത്രയും ഫൈലംസ് ആയിട്ട്. അതായത് എത്ര ഫൈലം ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 ഫൈലംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ എന്താണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കാം. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് സെല്ലുലാർ ലെവലാണോ, ടിഷ്യൂ ആണോ, ഓർഗൻ ആണോ, ഓർഗൻ സിസ്റ്റം ആണോ എന്നുള്ളത്. ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം അതായതായിരിക്കും ഒരു സെല്ലുലാർ ഫോം ആയിരിക്കും. ദെൻ അത് ഡിവൈഡ് ചെയ്തിട്ട് ടിഷ്യൂ ഫോം ആവും. ദെൻ പിന്നെന്താവും? അതൊരു ഓർഗൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഓർഗൻ സിസ്റ്റം, ഫൈനലി ഓർഗാനിസം. ഓക്കെ, ഈ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിമട്രി. സിമട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗാനിസത്തിന് ഒരു പർട്ടിക്കുലർ സിമട്രി ഉണ്ടായിരിക്കും. ഓക്കെ, സിമട്രി ഉള്ളതാണെങ്കിൽ അതിനെ നമുക്ക്, അതായത് ഒരു ഓർഗാനിസത്തിനെ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഏത് റേഡിയൽ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അതിനെ റേഡിയൽ സിമട്രി എന്ന് പറയും. ബൈലാറ്ററൽ സിമട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടെ മാത്രം കട്ട് ചെയ്താൽ മാത്രമാണ് അത് എന്ത് ചെയ്യുള്ളൂ, ഒരു ഓർഗാനിസത്തിന്റെ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ബൈലാറ്ററൽ സിമട്രിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ അസിമട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും ആ ഓർഗാനിസത്തിന്റെ 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബോഡി സീലം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി എന്ന് പറയും. ഓക്കെ, അതിന്റെ ബോഡി ക്യാവിറ്റി ഇല്ലാത്തതിനെ നമ്മൾ എസീലോമേറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ബോഡി ക്യാവിറ്റി ഉള്ളതിനെ നമ്മൾ സീലോമേറ്റ് എന്ന് പറയും. ചിലതിൽ ഫാൾസ് ബോഡി ക്യാവിറ്റി കാണിക്കുന്നുണ്ട്, സ്യൂഡോ സീലോമേറ്റ്. ഓക്കെ, സ്യൂഡോ ദ വേർഡ് മീനിങ് ഈസ് ഫാൾസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഫാൾസ് ബോഡി ക്യാവിറ്റി ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെല്ലാം ബേസ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ദാറ്റ് ഈസ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർ ട്രിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ, അതായത് അതിന്റെ എംബ്രിയോയിലെ ജേം ലെയേഴ്സ് 2 ലെയർ മാത്രം എന്നാണ് കംപ്ലീറ്റ് ഓർഗാനിസം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ഡിപ്ലോ, അത് വേർഡ് മീനിങ് എന്താ? ഡിപ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജേം ലെയർ ഉണ്ട്, അതായത് എംബ്രിയോയുടെ 2 ജേം ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് എക്ടോഡെർം ആൻഡ് എൻഡോഡെർം. എക്ടോഡെർം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ലെയർ, എൻഡോഡെർം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള ലെയർ. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ? ട്രിപ്ലോ 3 ലെയേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് മിഡിൽ ഒരു മീസോഡെർമൽ ലെയർ കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്ടോഡെർം, മീസോഡെർം ആൻഡ് എൻഡോഡെർം. ഓക്കെ, അങ്ങനെ ഏത് തരത്തിലാണ് ഓർഗാനിസം ഉള്ളതെന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ ഓർഡറിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫൈനൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോറിഫെറയാണ്. ഓക്കെ, പോറിഫെറ നോക്കാം. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, അതായത് അതിന്റെ ബോഡി എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ഇതാണ് പോറിഫെറയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അസിമെട്രിക് ആണ്, അവർക്ക് സിമെട്രി ഒന്നും ഇല്ല. ആൻഡ് എസിലോമേറ്റ് ആണ്, അവർക്ക് ബോഡി ക്യാവിറ്റി ഇല്ല. ഓക്കെ, ബോഡി ക്യാവിറ്റി എന്തിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്? അതായത് മീസോഡെർം, എക്ടോഡെർം, എൻഡോഡെർമിനെ അതാണ് ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബോഡി ക്യാവിറ്റി പറയുന്നത്. നെക്സ്റ്റ് വൺ ടിഷ്യൂ ഓർഗൻ സിസ്റ്റം നോക്കാം. ഓക്കെ, അതിൽ ടിഷ്യൂ ലെവൽ വരുന്നതാണ് സിലിൻഡ്രേറ്റയും ടീനോഫോറയും. ഓക്കെ, ആൻഡ് ഓൾസോ എസിലോമേറ്റ് ആണ്. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ വരുന്നതാണ് സിലിൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. ആൻഡ് ദേ ഷോസ് ബൈ റേഡിയൽ സിമെട്രി. ഓക്കെ, അവർ ഏത് സിമെട്രിയാണ് കാണിക്കുന്നത്? റേഡിയൽ സിമെട്രി. അവരുടെ ബോഡി ഏത് രീതിയിൽ കട്ട് ചെയ്തെടുത്താലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓർഗൻ ലെവൽ. ഓക്കെ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന എസിലോമേറ്റിക് വൺ ആണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, ഏതാണ് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത്? Okay, Platyhelminthes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ്
നമ്മൾ പറയും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ബൈലാറ്ററൽ സിമെട്രി ആൻഡ് സ്യൂഡോസീലോമേറ്റും ആഷൽമിന്തസ്. ഓക്കെ, അവിടെ എന്താണ് സിമെട്രി ബൈലാറ്ററൽ ആണ്. പ്ലാറ്റിഹെൽമിന്തസിന്റെ ബൈലാറ്ററൽ സിമെട്രി തന്നെയാണ് കേട്ടോ. ബൈലാറ്ററൽ സിമെട്രിയുടെ ബേസിസിലാണ് ഈ മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ബൈലാറ്ററൽ സിമെട്രിയിൽ സീലം ഇല്ലാത്തതിനെ നമ്മൾ പ്ലാറ്റിഹെൽമിന്തസിൽ പെടുത്തു. ഇനി ഫാൾസ് സീലം കാണിക്കുന്നതിനെ നമ്മൾ ആഷൽമിന്തസിൽ പെടുത്തു. ഇനി ട്രൂ സീലം കാണിക്കുന്നത്, ട്രൂ ബോഡി ക്യാവിറ്റി കാണിക്കുന്നതിനെ ബാക്കി കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷനിലേക്കും പെടുത്തു, ഫൈലത്തിലേക്കും പെടുത്തു. ഏതൊക്കെയാണെന്ന് നോക്കാം. അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്നോഡർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. ഓക്കെ, ഇനി ഹെമികോഡേറ്റ മുതൽ മുകളിലേക്കുള്ളത് എല്ലാവരും കാണിക്കുന്നത് ഓപ്പൺ സർക്കുലേഷൻ ആണ്. ഓപ്പൺ സർക്കുലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതായത് എങ്ങനെയാ, ബോഡി ക്യാവിറ്റിയിലേക്ക് ബ്ലഡ് എങ്ങനെ എന്ത് ചെയ്യുന്ന, ബോഡി ക്യാവിറ്റിയിൽ ബ്ലഡ് വെറുതെ ഡിസ്പ്ലേ ചെയ്ത് കിടക്കുകയാണ്. ഞാൻ അതിലേക്ക് ഓർഗൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, ഡിപ്പ് ചെയ്ത് കിടക്കുന്നതാണ് ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് അത് കുഴലുകളിൽ കൂടി അല്ല ബ്ലഡ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഇനി ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർട്ടറി ഉണ്ടാവും, അതുപോലെ തന്നെ വെയിൻ ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും കാപ്പിലറീസ് ഉണ്ടാവും. അപ്പോൾ ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറി, വെയിൻ, കാപ്പിലറീസ് പോലുള്ള നെറ്റ്വർക്കിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ എന്ന് പറയുന്നത് വെറുതെ എന്ത് ചെയ്തെടുക്കുകയാണ്, ഓർഗൻസ് അതിൻ്റെ ബോഡിയുടെ ക്യാവിറ്റിയുടെ ഉള്ളിൽ ആ പറയുന്ന ഏത് ഫ്ലൂയിഡ് ആണോ അതിൽ ഡിപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വണ്ണാണ് കോഡേറ്റ പറയുന്നത്. കോഡേറ്റ എന്ന് പറയുന്നത് കോഡേറ്റ്സ്, ഓക്കെ, ദാറ്റ് ഈസ് കോഡേറ്റ വരെ കോഡേറ്റ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് അതിന് മുകളിലേക്കുള്ളവരെ നോൺ കോഡേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്തില്ല, ദേ ഡു നോട്ട് പൊസസ് നോട്ടോകോഡ്, അവർക്ക് നോട്ടോകോഡ് കാണുന്നില്ല. അതായത് ഹെമി കോഡേറ്റ മുതൽ മുകളിലേക്ക് വരുന്ന എല്ലാവർക്കും എന്താണ് നോൺ കോഡേറ്റ്സിൽ വരും. താഴെയുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഡേറ്റ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് നോട്ടോകോഡ്. ഇത്രയുമാണ് നമ്മൾ ബേസിക്കലി ആനിമൽ കിങ്ഡം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ഫൈലത്തിൻ്റെയും അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫൈലം പോറിഫെറ ഡിസ്കസ് ചെയ്യാം. പോറിഫെറ എന്ന് പറഞ്ഞാൽ വേർഡിൽ തന്നെയുണ്ട്, ദാറ്റ് ഈസ് പോർ ബിയറിംഗ്. അവരുടെ സ്ട്രക്ചർ എന്തായിരിക്കും, പോർ ബിയറിംഗ് ആയിരിക്കും. ആ പോസിനെ പറയുന്നതാണ് നമ്മൾ ഓസ്റ്റിയ എന്ന് പറയും. ഓക്കെ, അതായത് അതിൻ്റെ ബോഡിയിൽ നിറയെ ഹോൾസ് ഉണ്ടായിരിക്കും. That holes are known as ostia. Then ഈ ഓസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഹോള് എൻട്രി ചെയ്യുന്ന ഇൻസൈഡ് ക്യാവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പോഞ്ചോസീൽ എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് ഓസ്കുലം. ഓക്കെ, ഈ മൂന്ന് ടേംസും ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, പോറിഫെറയിൽ വരുന്നതാണ്. ദെൻ വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് വാട്ടർ കനാൽ സിസ്റ്റം. ഓക്കെ, അതായത് ഇതൊരു ഫിക്സ്ഡ് ഇതിലായിരിക്കും ഇരിക്കുക. ഓക്കെ, അതിന് മൂവ്മെന്റ് ഇല്ല. സോ അതുകൊണ്ട് അതിന് ഫീഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റെസ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ പറഞ്ഞ പോലെ മറൈൻ ഫോംസ് ആണ്. അപ്പോൾ എന്ത് വേണം, വാട്ടറിൽ കൂടെയാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ, അതായത് ഓസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾസിൽ കൂടെ സ്പോഞ്ചോസിൽ എന്ന് പറഞ്ഞ ക്യാവിറ്റി കൂടെ പുറത്തേക്ക് ഓസ്കുലത്തിലേക്ക് മൂവ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യും, അവർക്ക് വേണ്ട ന്യൂട്രീഷൻസ്, പിന്നെന്താ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ ബൈ മീൻസ് ഓഫ് സിമ്പിൾ ഡിഫ്യൂഷനിൽ കൂടി അവർ നടത്തും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ക്യാവിറ്റിയിൽ നിറയെ എന്ത് കാണും, ക്യാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് കാണും. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പോറിഫെറയുടെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദെൻ അവരുടെ എൻഡോസ്കെൽറ്റൻ, അതായത് സ്കെൽറ്റൻ എങ്ങനെയാണ്, എൻഡോ ആണ്, അതായത് ഇന്നർ സൈഡ് ആണ്. ദാറ്റ് ഈസ് made up of spicules. Okay, then spongin fibers, spicules and spongin fibers. അപ്പോൾ എൻഡോസ്കെൽറ്റൻ സ്പിക്യൂൾസും സ്പോഞ്ചിൻ ഫൈബേഴ്സും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Then next one, reproductionലെ one method that is asexual reproduction by means of budding. Okay, budding രീതിയിലാണ്, അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പോറിഫെറ ഏത് രീതിയിലാണ് അതിന്റെ asexual reproduction, that is budding. Okay, then these are hermaphrodite. എന്താണ് hermaphrodite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് both male and female are seen in the same organism, that is known as hermaphrodite. Okay, for examples ഏതൊക്കെയാണ്, സൈഫ ആൻഡ് യൂസ്പോഞ്ചിയ. ഈ രണ്ട് എക്സാമ്പിൾസും നോക്കി വെക്കാം. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ എഴുതിയിരിക്കുന്നതാണ്, ഇത് മുഴുവനും അതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഫീച്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ സെക്കൻഡ് വൺ ദാറ്റ് ഈസ് സിലിണ്ടറേറ്റ. സിലിണ്ടറേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് എന്തറിയാം, സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും അതിന്റെ ബോഡി എന്ന് നമുക്കറിയാം. ഓക്കെ, സോ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് അതിന്റെ ബോഡിയിൽ സ്റ്റിങ്ങിങ് സെൽസ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിങ്ങിങ് സെൽസ് കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ ഉള്ളിൽ ക്യാപ്സ്യൂൾ പോലെ നിമാറ്റോസിസ്റ്റ്, ദാറ്റ് ഈസ് നിമാറ്റോസിസ്റ്റ് ക്യാപ്സ്യൂൾസ് കാണാൻ പറ്റും. ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ പോയിസണസ് ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അതിന്റെ ബോഡിയിൽ
അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡിഫൻസീവ് സെൽസ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് സെൽസ്. ഇത് കാണിക്കുന്ന ഏത് ഫൈലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം, സിലിണ്ടറേറ്റ് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് അതിന്റെ ബോഡി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ഓപ്പണിംഗ് മാത്രമാണ് കാണുന്നത്. ആ സിംഗിൾ ഓപ്പണിംഗിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അകത്തേക്കും പുറത്തേക്കും മെറ്റീരിയൽസ് പാസ് ചെയ്യുന്നത്. സോ ദിസ് സിംഗിൾ ഓപ്പണിംഗ് അത് മൗത്ത് ആയിട്ട് ആക്ട് ചെയ്യും. ദിസ് സിംഗിൾ ഓപ്പണിംഗ് ഈസ് നോൺ ആസ് ഹൈപ്പോസ്റ്റോം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് രണ്ട് ടൈപ്പ് ബോഡി ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും. വൺ ഈസ് പോളിപ്പ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മെഡൂസ. പോളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസെക്ഷൽ ഫേസ് ആണ് ആൻഡ് ഓൾസോ സെസൈൽ ആണ്, അതായത് ഫിക്സഡ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്ര ആൻഡ് ആഡംസിയ. ഓക്കെ, ആഡംസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി അനിമോൺ. സി അനിമോൺ എന്ത് കാണിക്കും, സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കും അല്ലെ. സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നതാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും അനിമലിൽ അറ്റാച്ച് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അതിന്റെ ഫീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, സോ പോളിപ്പ് ദാറ്റ് ഈസ് എസെക്ഷൽ ഫേസ് ആണ്, സെസൈൽ ആണ്. എക്സാമ്പിൾ ഹൈഡ്ര ആൻഡ് ആഡംസിയ. ഓക്കെ, നോക്കാം ഇവരെങ്ങനെയായിരിക്കും, അവരുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, അതായത് ഈ രീതിയിലായിരിക്കും, അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യാം. ദെൻ മെഡൂസ സ്റ്റേജ് നോക്കാം. മെഡൂസ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബ്രല്ല ലൈക്ക് ആയിരിക്കും, അതായത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെല്ലി ഫിഷ് ഒക്കെ കണ്ടിട്ടില്ലേ, അവരെ നേരെ തിരിച്ചായിരിക്കും, അംബ്രല്ല പോലെ ആയിരിക്കും അതിന്റെ ബോഡി ഫോം ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഈസ് ദ സെക്ഷൽ സ്റ്റേജ്. അതവരെ സെക്ഷൽ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയാ, മെഡൂസ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഒറേലിയ. ഓക്കെ, ദെൻ ഇനി അവർ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും, ദാറ്റ് ഈസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ ദ കേസ് ഓഫ് ഒബേലിയ. ഓക്കെ, ഒബേലിയ എന്ത് കാണിക്കും, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കും. അതിനെയാണ് നമ്മൾ മെറ്റാജനസിസ് എന്ന് പറയുന്നത്. അതായത് പോളിപ്പ് സ്റ്റേജും മെഡൂസ സ്റ്റേജും ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. ഓക്കെ, പോളിപ്പ് സ്റ്റേജ് മെഡൂസ ആവും, ദെൻ മെഡൂസ എന്ത് ചെയ്യും, വീണ്ടും പോളിപ്പ് സ്റ്റേജിലേക്ക് വരും. ദിസ് ഈസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതിനെയാണ് നമ്മൾ മെറ്റാജനസിസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അത് കാണിക്കുന്ന ഓർഗാനിസം ഏതാണ്, ഒബേലിയ. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അബൌട്ട് സിലിണ്ടറേറ്റ. ദെൻ ദ നെക്സ്റ്റ് ഫൈൻഡ് ദാറ്റ് ഈസ് ടീനോഫോറ. ടീനോഫോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി അവർ വിളിക്കുന്നത് കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട്സ് എന്നാണ് അവർ വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഗൂസ്ബെറി, നെല്ലിക്കയൊക്കെ കണ്ടിട്ടില്ലേ, നെല്ലിക്കയുടെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, റൗണ്ട് ആയിരിക്കും, അതിൽ നിറയെ ഇങ്ങനെ ഇതുപോലെ മാർക്കിങ്സ് കാണും അല്ലേ. ഇവരുടെ ബോഡിയിലും അതുപോലത്തെ മാർക്കിങ്സ് കാണും. ദീസ് മാർക്കിങ്സ് എന്താണ്, അത് എക്സ്റ്റേണൽ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയാസ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഫോംസ് കോംബ് പ്ലേറ്റ്. ഓക്കെ, ഇതുപോലെ കോംബ് പ്ലേറ്റുകൾ ഫോം ചെയ്യും. ഈ കോംബ് പ്ലേറ്റിൽ എന്താണുള്ളത്, ദാറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സീലിയ. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം കാണിക്കും, 8 എണ്ണം കാണിക്കും. ഓക്കെ, then one important characteristics that is bioluminescence. Bioluminescence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, then next these are hermaphrodite. Hermaphrodite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞു, ബോത്ത് മെയിലും ഫീമെയിലും എന്ത് ചെയ്യുക, സെയിം ഓർഗാനിസത്തിൽ തന്നെ കാണിക്കും. ഓക്കെ, എക്സാമ്പിൾസ് പ്ലൂറോബ്രാച്ചിയ ആൻഡ് പ്ലൂറോബ്രാച്ചിയ. ഓക്കെ, പ്ലൂറോബ്രാച്ചിയനെ നമ്മൾ വേറെ പേര് വിളിക്കുന്നതാണ് സീ ഗൂസ്ബെറി എന്ന് വിളിക്കും. ഓക്കെ, അതായത് നമ്മുടെ നെല്ലിക്ക പോലത്തെ ഒരു അപ്പിയറൻസ് ഉള്ള സ്ട്രക്ചറായിട്ട് വരും. ക്ലിയർ ആണല്ലോ, ഇത്രയാണ് അവരെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഫൈലാണ് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് വേംസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാറ്റ് വേംസ് ആണ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടേം വരുന്നത്. Why it is called flatworms? Because their body is dorso-ventrally flattened. അവരുടെ ബോഡി എന്തായിരിക്കും, ഡോർസലി ആൻഡ് വെൻട്രലി. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം വശം ആൻഡ് വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കുള്ള വശം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക, ഡോർസോ-വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി എന്ന് പറയാം. ദെൻ അവർ എൻഡോ പാരസൈറ്റ്സ് ഫോംസ് എന്ത് കാണിക്കും, ഹുക്സ് ആൻഡ് സക്കേഴ്സ് കാണിക്കും. അതായത് മോസ്റ്റ് ഓഫ് ദം ആർ എൻഡോ പാരസൈറ്റ്സ്. നമ്മുടെ ഇൻഡസ്ട്രൈനിലൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത് കാണുന്നത്. സോ അവരെ എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയും. സോ അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഹുക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആങ്കറിങ്ങിനും ആൻഡ് സക്കേഴ്സ് ഫോർ ഫീഡിങ്ങിനും വേണ്ടിയിട്ട് വേണം. ഓക്കെ, ദെൻ അവർ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ത്രൂ ഫ്ലെയിം സെൽസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ ഫോട്ടോനെഫ്രീഡിയ എന്ന് പറയും. ഈ രണ്ട് ഫോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ്, ഈ ഇതിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഓസ്മോ റെഗുലേഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ നടത്തുന്നത്. ഓക്കെ, എന്താണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അയൺ ബാലൻസ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതിൻ്റെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് എന്ത് ചെയ്യാം, വേസ്റ്റ് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ് ഫ്ലെയിം സെൽസ്, ഫോട്ടോനെഫ്രീഡിയ. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
Then these are hermaphrodite. Hermaphrodite എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എക്സാമ്പിൾ പ്ലാനേറിയ. ഓക്കെ, പ്ലാനേറിയക്ക് വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് റീജനറേഷൻ കപ്പാസിറ്റി. റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനേറിയയുടെ ബോഡി എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താലും ആ ഓരോ പാർട്സിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് റീജനറേഷൻ. ചോദിച്ചിട്ടുള്ളതാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ടേപ്വർം, ലിവർ ഫ്ലൂക്ക് എല്ലാമാണ് ഇതിന്റെ എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആഷൽമെന്തസ്. ആഷൽമെന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റൗണ്ട് വർംസ്. ഓക്കെ, ആഷൽമെന്തസിനെ വേറെ രീതിയിലും പറയും, ദാറ്റ് ഈസ് നിമാറ്റൽമെന്തസ് എന്നും പറയും, അല്ലെങ്കിൽ നിമാറ്റോഡ്സ് അല്ലെങ്കിൽ റൗണ്ട് വർംസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, വേറെ വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് സ്യൂഡോസീലോമേറ്റ് ആണ്. എന്താണ് സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് സ്യൂഡോ, ദ വേർഡ് മീനിങ് ഈസ് ഫാൾസ്. ഫാൾസ് ബോഡി ക്യാവിറ്റി ആണ് അവർ കാണിക്കുന്നത്. സോ ദിസ് ബോഡി ക്യാവിറ്റി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഡിറൈവ്ഡ് ഫ്രം ബ്ലാസ്റ്റോസിലിൽ നിന്നാണ്. അതായത് നമ്മൾ എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് പഠിക്കുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോർമേഷൻ പഠിച്ചിട്ടില്ലേ? ആ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഇൻസൈഡ് ക്യാവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത്? സ്യൂഡോസീലോമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആഷൽമെന്തസ്, സ്യൂഡോസീലോമേറ്റ് ആണ്. ഓക്കെ, ദെൻ ദീസ് ആർ ഡയേഷ്യസ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് വേംസ് ഡയേഷ്യസ് ആണ്. ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു, അതായത് മെയിലും ഫീമെയിലും എന്താണ്? സെപ്പറേറ്റ് ആണ്. ഓക്കെ, സോ മെയിൽ സ്മോളർ ദാൻ ദ ഫീമെയിൽ ആണ്. അതിൽ നമുക്ക് മെയിലും ഫീമെയിലും ഈസിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, കാരണം ഫീമെയിലിനേക്കാളും ചെറുതായിരിക്കും മെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, then examples ascaris, roundworm, vaucherarия, that is filarial worm. Okay, filarial worm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ filariasis മന്ത് ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് വൗച്ചേറിയ അല്ലെങ്കിൽ ഫിലേറിയൽ വേംസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഹുക്ക് വേംസ്. ഓക്കെ, അപ്പോൾ വേംസ് എന്ന് പറയുമ്പോൾ ഒന്ന് റൗണ്ട് വേം, ഹുക്ക് വേം എന്നൊക്കെ പറയും, ഫിലേറിയൽ വേം ആൻഡ് ടേപ്പ് വേം. ഓക്കെ, ഇത് നാലും നമ്മൾ വേംസ് എന്ന് കാണുമ്പോൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യരുത്? ആഷൽമെന്തസിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ ടേപ്വർം. ടേപ്പിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ് അല്ലേ? അപ്പോൾ ടേപ്വർം ഏതിലാണ് വരുന്നത്? പ്ലാറ്റിഹെൽമെന്തസിലാണ് വരുന്നത്. ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് അനലിഡ. അനലിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി എന്താണ്? സെഗ്മെന്റേഷൻ കാണിക്കും. അവരുടെ ബോഡിയിൽ സെഗ്മെന്റേഷൻ കാണിക്കും. സോ ദേ ആർ നോൺ ആസ് സെഗ്മെന്റഡ് വേംസ്. ഓക്കെ, ഈ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കും കാണിക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓരോ സെഗ്മെന്റ്സിനെ നമ്മൾ മെറ്റാമിയേഴ്സ് എന്ന് പറയും. സോ ദിസ് ഈക്വൽ പ്രൊപ്പോർഷനിൽ സെഗ്മെന്റേഷൻ കാണിക്കുന്നതുകൊണ്ട് അതിനെ മെറ്റാമറിക്കലി സെഗ്മെന്റഡ് എന്ന് പറയും അനലിഡ്സിന്. ദെൻ അവരുടെ ലോക്കോമോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾസ് പറയാം. എർത്ത് വേം. എർത്ത് വേമിൽ ലോക്കോമോഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ മസിൽസ് ഉണ്ടാവും. ഓക്കെ, ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സർക്കുലർ മസിൽസ് ആണ് അവരെ, നമ്മൾ അതിന്റെ മൂവ്മെന്റ് ശ്രദ്ധിച്ചിട്ടില്ലേ? എർത്ത് വേമിന്റെ മൂവ്മെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ദീസ് രണ്ട് മസിൽസ് കൂടിയിട്ടാണ് അവർക്ക് ലോക്കോമോഷൻ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ ബേസൽ പോർഷനിൽ സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ കാണും. ഓക്കെ, സീറ്റ്. ദീസ് ആർ ദ ലോക്കോമോട്ടറി ഓർഗൻസ്. ദെൻ അക്വാട്ടിക് ഫോം ആണ് നീരിസ് എന്ന് പറയുന്നത്. ഓക്കെ, നീരിസ് എന്താണ്? ഡയേഷ്യസ് ആണ്. എർത്ത് വേം മൊണേഷ്യസ് ആണ്. മൊണേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ, സിംഗിൾ, അതായത് മെയിലും ഫീമെയിലും ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ തന്നെയാണ് കാണിക്കുന്നത്. ദെൻ ഡയേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലും ഫീമെയിൽ എന്താണ്? ഓർഗാനിസംസ് സെപ്പറേറ്റ് ആണ്. ദെൻ നീരിസ് പൊസസ് പാരാപോഡിയ. പാരാപോഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പോഡിയ. ഈ പോഡിയ എന്ന് പറഞ്ഞ വേർഡ് എവിടെ കണ്ടാലും അതിന്റെ അർത്ഥം എന്താ? ഫൂട്ട് അല്ലെങ്കിൽ ഫീറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ പാരാപോഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ലൈനിൽ എന്തുണ്ടാവും? അവർക്ക് കാലുകൾ ഉണ്ടാവും. ഓക്കെ, അവരുടെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പാരലൽ ലൈനിൽ കാലുകൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പാരാപോഡിയ എന്ന് പറയുന്നത്. ഏതിന്റെ കേസിൽ? അക്വാട്ടിക് നീരിസിന്റെ കേസിൽ. ഓക്കെ, അതാണ് അവർക്ക് ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സർക്കുലേഷൻ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർക്കുലേഷൻ. ഓക്കെ, ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഡക്ട്സ് അല്ലെങ്കിൽ ത്രൂ കുഴലുകളിൽ കൂടെ സർക്കുലേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ത്രൂ നെഫ്രീഡിയ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെഫ്രീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ കൂടിയാണ് അവരുടെ ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും നടക്കുന്നത്. ദെൻ എക്സാമ്പിൾ ലീച്ച്. ഓക്കെ, ദാറ്റ് ഈസ് ലീച്ച് എന്ന് പറയുന്നത് മൊണേഷ്യസ് ആണ്, അതായത് മെയിലും ഫീമെയിലും സിംഗിൾ ഓർഗാനിസത്തിൽ തന്നെയാണ് കാണുന്നത്. ആൻഡ് അതിന്റെ പേര് പറയുന്നത് ഹിർഡിനേറിയ എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് പാരസൈറ്റ്. ഓക്കെ, ബ്ലഡ് സക്കിംഗ് പാരസൈറ്റ് ആണ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ളവരായിരിക്കും ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോർപ്പിയോൺ, സ്പൈഡർ, അതിൻ്റെ എല്ലാം അപ്പൻഡേജസ് ലെഗ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജോയിന്റ്. അതേപോലെ ക്രാബിന്റെ ഒക്കെ കണ്ടില്ലേ, ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ?
സോ ദീസ് ആർ ജോയിന്റഡ് അപ്പൻഡേജസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സ്കെൽറ്റൺ എങ്ങനെയാണ്? എക്സോ ആണ്, പുറത്താണ് അവരുടെ എന്ത് ചെയ്യുന്നത് സ്കെൽറ്റൺ കാണുന്നത്. ആൻഡ് ദിസ് ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ഓക്കെ, സോ കൈറ്റിനസ് എക്സോ സ്കെൽറ്റൺ. ആൻഡ് ഇനി റെസ്പിറേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റെസ്പിറേഷൻ ത്രൂ ഗിൽസ് ആവാം, ബുക്ക് ഗിൽസ് ആവാം, ബുക്ക് ലങ്സ് ആവാം. ഓക്കെ, ദെൻ ട്രക്കിയേമ, ഈ 4 രീതിയിൽ ആവാം. അതിൽ ബുക്ക് ലെങ്സ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എക്സാം ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്പൈഡർ ആൻഡ് സ്കോർപ്പിയോ. ഇവരെന്താണ്? ബുക്ക് ലെങ്സ് ആണ് റെസ്പിറേഷൻ ഓർഗനായിട്ട് കാണിക്കുന്നത്. ദെൻ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സർക്കുലേഷൻ ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എക്സ്ക്രീഷൻ, വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് എക്സ്ക്രീഷൻ ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഓക്കെ, നമ്മൾ കോക്രോച്ചിന്റെ കേസ് പഠിക്കുമ്പോൾ മാൽപീജിയൻ ട്യൂബ്യൂൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ arthropods. Okay, then this shows metamorphosis. For example, metamorphosis എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ that is morph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംസ് എന്നാണ്. ഓക്കെ, അതായത് മെറ്റാമോർഫോസിസ് കാണിക്കുന്ന ബട്ടർഫ്ലൈസ് അവർ ആദ്യം എഗ് ലേ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? ലാർവ ഫോം ചെയ്യും അല്ലെ. പിന്നെയാണ് ത്രൂ എ സീരീസ് ഓഫ് സൈക്കിളിൽ കൂടെ കടന്നിട്ടാണ് അഡൽട്ട് ഫോമിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന്റെ അഡൽട്ട് ഫോം അവരുടെ ലാർവൽ ഫോമുമായിട്ട് എന്ത് കാണത്തില്ല? യാതൊരു സിമിലാരിറ്റി കാണത്തില്ല. ഇതിനെയാണ് അതുപോലെ ആ ചേഞ്ചസ് നടന്നത്. അഡൽട്ട് ഫോം ഈസ് നോട്ട് ഡയറക്ട്ലി സിമിലർ ടു ലാർവൽ ഫോം ഈസ് നോട്ട് ഡയറക്ട്ലി സിമിലർ ടു ദ അഡൽട്ട് ഫോം. ആൻഡ് സീരീസ് ഓഫ് സൈക്കിളിൽ കൂടെ അത് പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ അഡൽട്ട് ഫോമിലേക്ക് മാറുന്നത്. ദിസ് ഈസ് നോൺ ആസ് മെറ്റാമോർഫോസിസ്. ഓക്കെ, മെറ്റാജനസിസ് മാറിപ്പോകരുത്, മെറ്റാമോർഫോസിസ് മാറിപ്പോകരുത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. Then one important example, that is limulus. ലിമുലസിനെ ലിവിംഗ് ഫോസിൽ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കിങ് ക്രാബ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ലിവിംഗ് ഫോസിൽ ലിമുലസ്. ഓക്കെ, ഏതാണ് ലിവിംഗ് ഫോസിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. കിങ് ക്രാബ് ആണ് അതിന്റെ ആൻസർ. അപ്പോൾ മെറ്റാമോർഫോസിസും മെറ്റാജനസിസും മാറിപ്പോകരുത്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഓൾസോ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തേക്കാം. ദെൻ നെക്സ്റ്റ് ഫൈലം, ദാറ്റ് ഈസ് മൊളസ്ക. സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലാണ് മൊളസ്ക. ഓക്കെ, മൊളസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈല, അതുപോലെ തന്നെ എന്താ പറയുക, പൈല ആൻഡ് സ്നെയിൽസ്, ഇതെല്ലാം വരുന്നതാണ് മൊളസ്കയിൽ വരുന്നത്. അപ്പോൾ അവരുടെ ബോഡി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കെൽറ്റൺ എവിടെയാണ്? എക്സ്റ്റേണൽ ആണ്. സോ എക്സോസ്കെൽറ്റൺ ആണ്. ആൻഡ് ഓൾസോ ദിസ് ഇസ് കാൽക്കേരിയസ് ഷെൽ ആൻഡ് ഇറ്റ് ഫോംസ് എ കാൽക്കേരിയസ് ഷെല്ലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹെഡ്, മസ്കുലർ ഫുട്ട് ആൻഡ് വിസറൽ ഹം. ഓക്കെ, ദ വിസറൽ ഹം ഇതെല്ലാം എന്താണ്? ഇന്റേണലി, ആ ഇന്റേണലി വിസറൽ ഹമ്മിനെ കവർ ചെയ്തിട്ടുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഫീഡിംഗ് ഓർഗൻ ആയിട്ട്, അതായത് മൗത്തിലെ ഫീഡിംഗ് ഓർഗൻ എന്ന് പറയുന്നത് റാഡുലയാണ്, ചോദിച്ചിട്ടുള്ളതാണ്. റാഡുല, ദാറ്റ് ഈസ് ദ ഫീഡിംഗ് ഓർഗൻ ഇൻ മൗത്ത് ഇൻ ദ കേസ് ഓഫ് മൊളസ്ക്. ആൻഡ് റെസ്പിറേഷൻ ത്രൂ ഗിൽസ് ആണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ ജയന്റ് സ്ക്വിഡ്. ജയന്റ് സ്ക്വിഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ലാർജസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ്? ദാറ്റ് ഈസ് ജയന്റ് സ്ക്വിഡ് ആണ്. ഓക്കെ, ദെൻ പൈല, ദാറ്റ് ഈസ് ആപ്പിൾ സ്നേക്ക്. ഇതാണ് ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്, എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർ ഫിഷ് നമ്മൾ മനസ്സിലാലോചിച്ചാൽ മതി. സ്റ്റാർ ഫിഷിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ അവരുടെ ബോഡി എങ്ങനെയാണ്? സ്പൈൻ ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കുന്നതല്ലേ. ഓക്കെ, അപ്പോൾ എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്പൈനി ബോഡീഡ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ആൻഡ് ഓൾ ആർ മറൈൻ ഫോംസ് ആയിരിക്കും. ആൻഡ് സ്കെൽറ്റൺ, അവരുടെ എൻഡോസ്കെൽറ്റൺ എന്താണ്? എൻഡോസ്കെൽറ്റൺ ആണ്. അപ്പോൾ ഇൻസൈഡ് ആണ്. ദെൻ കാൽക്കേരിയസ് ഓസിക്കിൾസ് ആണ്. അതായത് ഓസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ്. ഓക്കെ, ആൻഡ് adult form showing radial symmetry but larva forms shows bilateral symmetrical. Okay, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അഡൽട്ടിൽ റേഡിയൽ സിമെട്രി കാണിക്കും. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം കേട്ടോ. ദെൻ വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്, ദാറ്റ് ഈസ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. നമ്മൾ സ്റ്റാർ ഫിഷിന്റെ വെൻട്രൽ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിറയെ ട്യൂബ് ഫീറ്റ് പോലത്തുള്ള സ്ട്രക്ചേഴ്സ് കാണും. ഓക്കെ, അതിലൂടെയാണ് വാട്ടർ എന്ത് ചെയ്യണത്? മൂവ് ചെയ്യുന്നത്. ദിസ് ട്യൂബ് ഫീറ്റ് ഫോർ ലോക്കോമോഷൻ ആൻഡ് റെസ്പിറേഷൻ ആൻഡ് ഫുഡ് ക്യാപ്ചർ. അത് വെച്ചിട്ടാണ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇത്രയും അതിന്റെ പർപ്പസസ് നടത്തുന്നത്. സോ വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്, ദാറ്റ് ഈസ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ചോദിച്ചിട്ടുള്ളതാണ്.
Then example starfish, sea urchin and sea cucumber. Okay. അതിൽ one important that is sea cucumber. Sea cucumber എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കുംബർ ഉണ്ടല്ലോ അതിന്റെ ഷേപ്പിലിരിക്കും. ബട്ട് അതിന്റെ ബോഡി എന്തായിരിക്കും? സ്പൈനി ബോഡിയുടെ ആയിരിക്കും. അപ്പോൾ സീ കുക്കുംബർ ഏത് കാറ്റഗറിയിൽ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോയിട്ട് സിലിണ്ടറിക്കൽ ബോഡി ആയതുകൊണ്ട് സിലിണ്ടറേറ്റിൽ പോയിട്ട് എഴുതിയിരിക്കും. അതല്ല കറക്റ്റ് ആൻസർ. സ്പൈനി ബോഡിയുടെ ആയതുകൊണ്ട് അത് ഏതിലാണ് വരുന്നത്? ഫൈലം എക്കാനോഡെർമേറ്റയിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫൈലം നമ്മൾ പഠിക്കാൻ പോകുന്ന ഹെമികോഡേറ്റ. ഓക്കെ, ഹെമികോഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കോഡേറ്റ്സിൽ വരുന്നതാണ്. വേം ലൈക്ക് സ്ട്രക്ചർ ആണ്. ആൻഡ് അതിന്റെ ആന്റീരിയർ എൻഡിൽ പ്രൊബോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂബുലാർ സക്കിംഗ് ഓർഗൻ ഉണ്ടായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് പ്രൊബോസിസ്? ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദിസ് ഷോസ് ഓപ്പൺ സർക്കുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ത്രൂ പ്രൊബോസിസ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ പ്രൊബോസിസ് ഗ്ലാൻഡ് ആൻഡ് എക്സാമ്പിൾ ബലാനോഗ്ലോസസ്. ഈ മൂന്ന് കാര്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെമികോഡേറ്റനെ നോൺ കോഡേറ്റ്സിലാണ് ഇപ്പോൾ പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ അതിന്റെ ഡീറ്റെയിൽ ക്ലാസിഫിക്കേഷൻ ആണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഫൈലം കോഡേറ്റ എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് ദേ പോസസ് നോട്ടോകോഡ്. ഓക്കെ, ആൻഡ് ക്ലോസ്ഡ് സർക്കുലേഷൻ, ദെൻ ഡോർസൽ ഹോളോ നെർവ് കോഡ് ആൻഡ് പെയ്ഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആൻഡ് ദിസ് ഷോസ് പോസ്റ്റ് എയ്നൽ ടെയിൽ. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫൈലം കോഡേറ്റയിൽ പെടുത്തുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലോസ്ഡ് സർക്കുലേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ടോകോഡ്, ഓക്കെ, ആൻഡ് ഡോർസൽ ഹോളോ നെർവ് കോഡ്, അതായത് ഡോർസൽ സൈഡിൽ ഹോളോ ആയിട്ടുള്ളൊരു നെർവ് കോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ താഴെയാണ് നോട്ടോകോഡ് കാണിക്കുന്നത്. ദെൻ പെയ്ഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്, അതായത് അവർക്ക് ഗിൽസിന്റെ സ്ലിറ്റ്സ് ആയിട്ടാണ് ഗിൽസ്, അതായത് റെസ്പിറേഷന് വേണ്ടിയിട്ട് ഗിൽ സ്ലിറ്റ്സ് പോലെയാണ്, അതായത് ഇങ്ങനെ പാടുകൾ, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മാർക്കിങ്സ് പോലെ ഉണ്ടല്ലോ, അതുപോലെയാണ് കാണുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പെയ്ഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. അതായത് ഇപ്പൊ ഫിഷിന്റെ പോലത്തെയുള്ള സ്ട്രക്ചർ നോക്കുക, അതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ വരഞ്ഞിട്ടിരിക്കുന്ന പോലെ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സുകളായിട്ടായിരിക്കും കാണപ്പെടുക. ആൻഡ് ഓൾസോ പോസ്റ്റ് എയ്നൽ ടെയിൽ അവരുടെ എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. And one of the important characteristics are post anal tail present in the case of chordata and absent in the case of non-chordates. Okay. Then any phylum chordata adine മൂന്ന് സബ് ഫൈലംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. That is Urochordata, Cephalochordata and Vertebrata. Okay. Then Urochordata എന്ന് പറയാൻ കാരണം അവരുടെ നോട്ടോകോഡ് ലാർവൽ ടെയിലിൽ മാത്രമാണ് എന്ത് ചെയ്യുക? കാണപ്പെടുന്നത്. ഓക്കെ, പെർസിസ്റ്റ് ചെയ്യുക. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂറോകോഡേറ്റ എന്ന് പറയുന്നത്. എക്സാമ്പിൾ അസിഡിയ. ആൻഡ് സെഫാലോകോഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നോട്ടോകോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. എക്സാമ്പിൾ ആംഫിയോസിസ് ആൻഡ് വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് നോട്ടോകോഡ് സ്ട്രക്ചർ ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ ദ കേസ് ഓഫ് വെർട്ടിബ്രേറ്റ. ഓക്കെ, ദെൻ വെർട്ടിബ്രേറ്റ വീണ്ടും ഡിവിഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിവിഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് എഗ്നാത്ത ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഗ്നാത്തോസ്റ്റോമേറ്റ. ഓക്കെ, എഗ്നാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അവരിൽ ലാക്സ് ജോ എന്തായിരിക്കും? ഉണ്ടായിരിക്കത്തില്ല. ദെൻ ഗ്നാത്തോസ്റ്റോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോ ബിയറിംഗ് ഓർഗാനിസംസ് ആണ്. അങ്ങനെയാണ് അവരെ എഗ്നാത്ത ആൻഡ് ഗ്നാത്തോസ്റ്റോമേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എഗ്നാത്തയിൽ ആദ്യം നമുക്ക് ഒരൊറ്റ ക്ലാസ് മാത്രമേ പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് സൈക്ലോസ്റ്റോമേറ്റ. അതായത് അവരുടെ മൗത്ത് എങ്ങനെയായിരിക്കും? വെൻട്രൽ സൈഡിലായിരിക്കും ആൻഡ് ഓൾസോ സൈക്ലിക് സ്ട്രക്ചറിലായിരിക്കും കാണപ്പെടുക. അതാണ് സൈക്ലോസ്റ്റോമേറ്റ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആണ് ലാംപ്രേ. ഓക്കെ, സൈക്ലോസ്റ്റോമേറ്റയിൽ വരുന്നതാണ് ലാംപ്രേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നാത്തോസ്റ്റോമേറ്റ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? സൂപ്പർ ക്ലാസ് ആയിട്ട്, രണ്ട് സൂപ്പർ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പൈസസ് ആൻഡ് ടെട്രാപോഡ. പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫിൻസ്, അതായത് നമ്മൾ ഫിഷസിന്റെ ഫിൻസ് ഇല്ലേ, അതേപോലെ ഫിൻസ് ഷോയിങ് വൺസ് കംപ്ലീറ്റ് ചെയ്തില്ല അവന്റെ പൈസസിലാണ് വരുന്നത്, അതായത് ഫിഷസ് കാറ്റഗറി. ഓക്കെ, ദെൻ ടെട്രാപോഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പോഡ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫീറ്റ് എന്ന് അല്ലേ. ടെട്ര എന്ന് പറഞ്ഞാൽ എന്താ? 4. ഓക്കെ, 4 ഫീറ്റ് ഉള്ളത്. സോ ഡെബിയസ് ലിംസ്. ഓക്കെ, 4 ലിംബ് ആൻഡ് ഹൈഡ് ലിംബ്, അങ്ങനെ 4 എണ്ണം വരും. അതുകൊണ്ടാണ് അതിനെ ടെട്രാപോഡ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ ക്ലാസ്സിലേക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി പൈസസ് നോക്കാം. പൈസസിൽ ബിയേഴ്സ്, ഫിൻ ബിയേഴ്സ് ആണ്. അപ്പോൾ ഏതാ വരുന്നത്? മെജോറിറ്റി എന്താ അതിൽ മെയിൻ വരുന്നത്? ഫിഷസ് ആണ്. ഫിഷസ് രണ്ടായിട്ട് നമ്മൾ പൈസസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്.
കോൺട്രക്ടൈസ്. കോൺട്രക്ട്, ദ വേർഡ് ഈസ് റിലേറ്റഡ് ടു കാർട്ടിലേജ്. അപ്പോൾ അതിന്റെ ബോഡി എന്തായിരിക്കും? കാർട്ടിലേജ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. ഇനി ഓസ്റ്റിക്ടൈസ്. ഓസ്റ്റിക്, ദ വേർഡ് റിലേറ്റഡ് ടു ബോൺ. അപ്പോൾ അവരെന്തായിരിക്കും? ബോണി ടൈപ്പ് ഫിഷ് ആയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ പറഞ്ഞ പോലത്തുള്ള ഹയർ ഫിഷസ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബോൺസ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഷാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ എന്താണ്? ആ ബോൺസ് എന്താണ്? ഫ്ലെക്സിബിൾ ആണ് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടിലേജിനസ് ടൈപ്പ്, ദാറ്റ് ഈസ് കോൺട്രക്ടൈസ്. ഓക്കെ. ആൻഡ് ബോണി ടൈപ്പ് ഫിഷ്, ദാറ്റ് ഈസ് ഓസ്റ്റിക്ടൈസ്. ദെൻ നെക്സ്റ്റ് ടെട്രാപോഡ. ടെട്രാപോഡയിൽ 4 ക്ലാസ്സസ് ആണുള്ളത്. ആംഫീബിയ, ഫോർ എക്സാമ്പിൾ ഫ്രോഗ്. റെപ്റ്റീലിയ, ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്നേക്ക് എല്ലാം വരുന്നത്. ദെൻ തേർഡ് വൺ എയ്ഡ്സ്, അതായത് നമ്മളുടെ കംപ്ലീറ്റ് എയ്ഡ്സ്. എയ്ഡ്സ് ഏതിലാണ് വരുന്നത്? പീജിയം, ഇതെല്ലാം എയ്ഡ്സിൽ വരുന്നതാണ്. ആൻഡ് ഓൾസോ മമേലിയ. ഓക്കെ. അതായത് എയ്ഡ്സ് ഫ്ലൈയിങ് അഡാപ്റ്റേഷൻസ് ഉള്ളത്, ബേർഡ്സ് ഒക്കെ വരുന്നതും. ആൻഡ് മമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എല്ലാം വരുന്ന ഏറ്റവും ഹയർ ക്ലാസ്. ഓക്കെ. ഇത്രയുമാണ് ഫൈലം കോഡേറ്റയുടെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന അഗ്നാത്തയിലെ സൈക്ലോസ്റ്റൊമേറ്റയുടെ ഡീറ്റെയിൽസ് ആണ്. സൈക്ലോസ്റ്റൊമേറ്റ. ഓക്കെ. അപ്പോൾ സൈക്ലോ, ദ വേർഡ് റിലേറ്റഡ് ടു സൈക്ലിക്. അപ്പോൾ അവരുടെ മൗത്ത് എങ്ങനെയായിരിക്കും? സർക്കുലർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫോർ എന്തിനാണ്? സക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ആൻഡ് അറേഞ്ച് ഇൻ ദ വെൻട്രൽ സൈഡ്. ദെൻ അവർക്ക് ഗിൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ബോഡിയിൽ സ്കെയിൽസ്, നമ്മൾ ഫിഷസിന്റെ നോർമലി സ്കെയിൽസ് ഉണ്ടാവില്ല, ആ സ്കെയിൽസ് ഇവിടെ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആയിരിക്കും. ആൻഡ് ഈസ് കാർട്ടിലേജിനസ് ടൈപ്പ് ആണ്. ആൻഡ് ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ്. ദെൻ മോസ്റ്റ്ലി അവർ മറൈൻ ഫോംസ് ആണ്. ബട്ട് ഫ്രഷ് വാട്ടറിൽ വന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്തായി പോകും? ഡൈ ആയി പോകും കേട്ടോ. ദെൻ ആ എഗ്ഗ് എന്ത് ചെയ്യും? ഹാച്ച് ചെയ്ത് അവർ തിരിച്ചെന്ത് ചെയ്യും? മറൈനിലേക്ക് മൂവ് ചെയ്യും. എക്സാമ്പിൾ ലാംപ്രേ ആൻഡ് ഹാറ്റ് ഫിഷ് ആണ്. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സക്കിംഗ് സർക്കുലർ മൗത്ത് ഉള്ളതുകൊണ്ടാണ് സൈക്ലോസ്റ്റൊമേറ്റ ഈസ് ഇൻ ദ വെൻട്രൽ സൈഡ് ആയിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഗ്നാറ്റോസ്റ്റൊമേറ്റയിലെ പൈസസിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് മെയിൻലി ഏതാണ്? ഫിഷർ ടൈപ്പ്. അതിൽ കോൺട്രക്ടൈസ്, ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺട്രക്ടൈസ് എന്ന് പറയാൻ കാരണം ബിക്കോസ് കോൺട്രക്ട് സി ഫോർ കാർട്ടിലേജ്. ഓക്കെ. ആൻഡ് ഓസ്റ്റിക്ടൈസ്, ഓസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസ് എന്നാണ് മീനിങ്. സോ ബോൺസ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? ഓസ്റ്റിക്ടൈസ് എന്ന് പറയും. ദെൻ അവരുടെ സ്കെയിൽസ്, ബോഡിയിലെ സ്കെയിൽസ് നോക്കിയാൽ പ്ലക്കോയിഡ് സ്കെയിൽസ് ആയിരിക്കും കോൺട്രക്ടൈസിൽ. അതായത് ഇങ്ങനെ സ്പൈനി, ടൂത്തിലായിട്ട് സ്പൈനി നേച്ചറുള്ള സ്കെയിൽസ് ആയിരിക്കും. ബട്ട് ഓസ്റ്റിക്ടൈസിൽ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് ടൈപ്പ് സ്കെയിൽസ് ആയിരിക്കും കാണാം. ദെൻ അവരുടെ മൗത്ത് നോക്കിയാൽ വെൻട്രൽ സൈഡ് ആണ്. ഓക്കെ. കാർട്ടിലേജിനസ് ഫിഷിന്റെ മൗത്ത് വെൻട്രൽ സൈഡ് ആണ്. എക്സാമ്പിൾ ഷാർക്കിന്റെ ആലോചിച്ചാൽ മതി. ഓക്കെ. ദെൻ മൗത്ത് ടെർമിനൽ പോർഷനിൽ മൗത്ത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഓപ്പർക്കുലം ആബ്സെന്റ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് കോൺട്രക്ടൈസ്. ഓക്കെ. അവരുടെ ഗിൽ സ്ലിറ്റ്സ് ആയിരിക്കും കാണുന്നത്. ഓക്കെ. അവിടെ ഓപ്പർക്കുലം ആബ്സെന്റ്. ഓപ്പർക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിൽസിനെ കവർ ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പർക്കുലം അല്ലെങ്കിൽ ചെകിള എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ. അതായത് നമ്മൾ ഫിഷസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഗിൽസിനെ ഇങ്ങനെ നമ്മൾ ഹെഡ് പോർഷനിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ എന്ത് കാണും? ഗിൽസ് കാണാൻ പറ്റും. ആ കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പർക്കുലം. ഇവിടെ ഓപ്പർക്കുലം എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ബിക്കോസ് അവരുടെ ഗിൽ സ്ലിറ്റ്സ് ആണ് അവരുടെ ബോഡിയിൽ കാണിക്കുന്നത്. ഷാർക്കിനെ തന്നെ നമ്മൾ ആലോചിച്ചിട്ട് ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. ദെൻ ഓപ്പർക്കുലം പ്രസന്റ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ബോണി ഫിഷസ്. ആൻഡ് ഇവരുടെ കിഡ്നിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. ആൻഡ് യൂറിയ ആണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് പറയും? യൂറിയോട്ടീലിക് ആനിമൽസ് എന്ന് പറയും. യൂറിയ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതിന് നമ്മൾ യൂറിയോട്ടീലിക് എന്ന് പറയും. ഇനി ബോണി ഫിഷസിന്റെ കേസിൽ എന്താണ്? അമോണിയാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. സോ അവരെ അമോണോട്ടീലിക് എന്ന് നമ്മൾ പറയും. ദെൻ എക്സാമ്പിൾ ഇവിടെ ഷാർക്ക് ആണ്. ഇവിടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? കട്ല, റോഹു വെറൈറ്റീസ്. ആൻഡ് അക്വേറിയം ഫിഷസ് രണ്ടെണ്ണം. ഒന്ന് ബെറ്റ ആൻഡ് ഏഞ്ചൽ ഫിഷ്. ബെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? നമ്മളുടെ ഫൈറ്റർ ഫിഷ് ഉണ്ടല്ലോ. ഇതെല്ലാം വരുന്നത് ഏതാണ്? ബോണി ഓസ്റ്റിക്ടൈസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ടെട്രാപോഡ്സ് ആണ്. ടെട്രാപോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടെട്രാ ഫോർ എന്തായിരിക്കും? ലിംസ് ഉണ്ടായിരിക്കും. ഓക്കെ. 2 ഹൈൻഡ് ലിംബും 2 ഫോർ ലിംബും. ഓക്കെ. ദെൻ അതിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് 1 ആംഫീബിയ, റെപ്റ്റീലിയ, എയ്ഡ്സ് ആൻഡ് മമേലിയ. 4 എണ്ണമാണ്. ആംഫീബിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ആംഫീബിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താ? ഫ്രോഗ് ആണ്. ഓക്കെ. സോ ദേ എക്സിസ്റ്റ് ഡ്യുവൽ ലൈഫ്. അതായത് ബോത്ത് വാട്ടറിലും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ്? ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്. രണ്ടും
എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവരെ ആംഫീബിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അവരുടെ ബ്ലഡ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആണ്. കോൾഡ് ബ്ലഡഡിനെ നമ്മൾ പോയ്ക്ലോതേംസ് എന്നാണ് പറയുന്നത്. അതായത് പോയ്ക്ലോതേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബ്ലഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ സ്കിൻ എങ്ങനെയായിരിക്കും? മോയിസ്റ്റ് സ്കിൻ ആണ്. നമ്മൾ ഫ്രോഗിനെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഐലിഡ്സ് എന്തായിരിക്കും? പ്രസന്റ് ആയിരിക്കും. ദെൻ ഇയർ എന്ന് പറയുന്നത് നമ്മളുടെ പോലെ എക്സ്റ്റേണൽ പിന്നെ ആബ്സെന്റ് ആയിരിക്കും. പകരം എവിടെ നിന്നാണ്? ടിംഫാനത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിംഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇയർ ഡ്രം അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രോഗിനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ക്ലോക്ക. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ. ക്ലോക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ചേംബർ ആണ്. അതായത് ഡൈജസ്റ്റീവ് ആൻഡ് അതുപോലെ തന്നെ യൂറിനറി ഇതിൻ്റെ എല്ലാം സിസ്റ്റത്തിൻ്റെ കോമൺ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് വരുന്ന കോമൺ ചേംബറിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോക്ക എന്ന് പറയുന്നത്. ഇത് ദെൻ എക്സ്റ്റേണലി എന്ത് ചെയ്തേക്കാണ്? ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ദെൻ റെസ്പിറേഷൻ ത്രൂ ഗിൽസ്, ലങ്സ് ആൻഡ് സ്കിൻ. ഓക്കെ, സ്കിന്നിലൂടെ റെസ്പിറേഷൻ നടത്തുന്നതിന് നമ്മൾ എന്ത് പറയും? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. ഇനി ഹാർട്ട് 3 ചേമ്പേർഡ് ആണ്. 3 ചേമ്പേർഡ് എന്ന് പറയുമ്പോൾ 2 ഏട്രിയും 1 വെൻട്രിക്കിളും ഉണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഫ്രോഗ് ആണ്. ആൻഡ് ഫ്രോഗ് ഷോസ് മെറ്റാമോർഫോസിസ്. മെറ്റാമോർഫോസിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് അതിന്റെ ലാർവൽ ഫോംസും അഡൽട്ട് ഫോംസും തമ്മിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. ദെൻ ത്രൂ എ സീരീസ് ഓഫ് സൈക്ലിംഗ് കൂടിയാണ് അത് എന്ത് ചെയ്യുന്നത്? അഡൽട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് മെറ്റാമോർഫോസിസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് റെപ്റ്റീലിയ. റെപ്റ്റീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീപ്പിംഗ് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്നേക്ക് ഒക്കെ വരുന്നതാണ്. ദെൻ ദേ ആർ പോയ്ക്ലോതേംസ്, അതായത് കോൾഡ് ബ്ലഡഡ് ആണ്. ഓൾറെഡി എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ സ്കിൻ അവരെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഡ്രൈ സ്കിൻ ആണ് ആൻഡ് നോ ബ്ലാങ്ക്സ്. ഓക്കെ, ബ്ലാങ്ക്സ് ഒന്നും കാണത്തില്ല. അത് നമ്മൾ എന്ത് പറയും? കോണിഫൈഡ് എന്ന് പറയും. ഓക്കെ, ദെൻ ഡെർമൽ സ്കെയിൽസ്. നമ്മളിപ്പോൾ സ്നേക്കിൻ്റെ ഒക്കെ പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെർമ എന്ന് പറഞ്ഞാൽ സ്കിൻ എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ എന്തുണ്ടാവും? സ്കെയിൽസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അവർ സ്കിൻ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം കാണിക്കും. അതായത് അവരെ പടം പൊഴിക്കൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. സ്നേക്ക്, ലിസാർഡ് എല്ലാം സ്കിൻ കാസ്റ്റ് കാണിക്കുന്നതാണ്. അവരെന്താണ്? എപ്പിഡമിസ് എന്ത് ചെയ്യും? അവർ റിമൂവ് ചെയ്തിട്ട് ന്യൂ വൺസ് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. ദെൻ ഹാർട്ട് ഓൾറെഡി പറഞ്ഞു 3 ചേമ്പേർഡ് ആണ്. ആൻഡ് എക്സെപ്ഷണൽ വൺ ദാറ്റ് ഈസ് ക്രൊക്കഡൈൽ. ഇതിൽ 4 ചേമ്പർ ഹാർട്ട് ഉണ്ടാവും. അതായത് 2 ഏട്രിയും 2 വെൻട്രിക്കിളും ഉണ്ടായിരിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് എയിംസ്. എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ബേർഡ്സ് ആണ്. ഓക്കെ, ബേർഡ്സിന്റെ 4 ലിംബിൽ എന്താണ്? 2 പെയർ ഓഫ് ലിംസ് ആണ് ഉണ്ടാവുന്നത്. അതിലെ 4 ലിംബ് എങ്ങനെയായിരിക്കും? വിങ്സ് ആയിട്ട് ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് ബിയേഴ്സ് ഫെദേഴ്സ് അല്ലെ? ആ ഫെദേഴ്സ് ഉള്ളത് ദിസ് ഈസ് ദ ഫ്ലൈയിങ് അഡാപ്റ്റേഷൻ ഓഫ് എയിംസ്. ഓക്കെ, ദെൻ ഫ്ലൈറ്റ്ലെസ് ബേർഡ് ആണ് ഓസ്ട്രിച്ച് എന്ന് പറയുന്നത്. നോട്ട് ചെയ്തേക്കാം, ഫ്ലൈറ്റ്ലെസ് ആണ് ഓസ്ട്രിച്ച്. ആൻഡ് ഓൾസോ ഹോമിയോതേർമസ്. ഹോമിയോതേർമസ് ആൻഡ് പോയ്ക്ലോതേർമസ്. ഹോമിയോതേർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അവരുടെ ബോഡി ടെമ്പറേച്ചർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഒവിപാരസ് ആണ്. ഒവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എഗ് ലേയിങ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ബോൺസ്. വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് ബോൺസ്. ദാറ്റ് ഈസ് ന്യൂമാറ്റിക്. ന്യൂമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് എന്തിനാ റിലേറ്റഡ് ആയിട്ടുള്ള? റെസ്പിറേഷന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ അവരുടെ ബോൺസ് എന്തായിരിക്കും? എയർ ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് 4 ചേമ്പേർഡ് ഹാർട്ട് ആയിരിക്കും. ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം 2 അഡീഷണൽ ചേമ്പർ ഉണ്ടായിരിക്കും. വൺ ഈസ് ക്രോപ്പ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഗിസാർഡ്. ഓക്കെ, അഡീഷണൽ ചേമ്പേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ദാറ്റ് ഈസ് crop and gizzard is present, and then air sacs are seen in their body, and this air sacs are connected to respiratory system. Okay, for additional respiratory purpose. Then the fourth one that is mammalia. Mammalia എന്ന് പറയാൻ തന്നെ കാരണം അതിന് mammary glands present ആയിരിക്കും. Okay, mammary glands എന്തിനാ? To feed younger ones. Then അവരെ നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്തിട്ട് മമേലിയസ് പഠിച്ചാൽ മതി. ഹെയർസ് എന്തായിരിക്കും? അവരുടെ ബോഡിയിൽ ഹെയർസ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ പിന്ന ദാറ്റ് ഈസ് പ്രസന്റ്. ആൻഡ് ടീത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡിഫറെന്റ് ടൈപ്പ് ടീത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ആൻഡ് അവർ റെസ്പിറേഷൻ നടത്തുന്നതിൽ കൂടിയാണ്, ലങ്സിൽ കൂടിയാണ്. ആൻഡ് നമുക്കൊരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? നമ്മളെ ഹോമിയോതേർമസ് എന്ന് പറയും. ദെൻ വിവിപാരസ് ആണ്. വിവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ ഗിവ് ബർത്ത് ടു യങ്ങർ വൺസ് ആണ്. എക്സാമ്പിൾസ് നോക്കാം. ഗിവ് ബർത്ത് ടു യങ്ങർ വൺസ് ആണ് വരുന്നത്. ദെൻ ഇനി മാമൽസ്, എഗ് ലേയിങ് മാമൽസ് വരും. അതായത് ഓവിപാരസ്. മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിപാരസ് ആണ്. പക്ഷെ അതിൽ എക്സെപ്ഷണൽ 2 വരുന്നത് ഓവിപാരസ് ആണ്. അതായത് എഗ് ലേ ചെയ്യുന്ന മാമൽസ്.
ഫോർ എക്സാമ്പിൾ പ്ലാറ്റിപ്പസ് ആൻഡ് എക്കിഡന. ദീസ് ആർ ടു ഇമ്പോർട്ടൻറ്റ് എഗ്ലെയിൻ മാമൽസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ ഓവറോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആനിമൽ കിങ്ഡത്തിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ നമുക്ക് കോളം എ ബി എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്യാനുള്ള രീതിയിൽ 3 ടൈപ്പ് ഞാനിവിടെ തന്നിട്ടുണ്ട്. അതിൽ മാക്സിമം നിങ്ങളുടെ എല്ലാ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ കോളംസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് കോളം എയില് കോക്രോച്ച്, കാറ്റ് ഫിഷ്, എർത്തുവർം, ബലാനോക്ലോസസ് ആൻഡ് ഫ്ലാറ്റ്വർം. ഓക്കെ, ബിയിൽ കൊടുത്തിരിക്കുന്ന ഓർഡർ നെഫ്രീഡിയം, മൽപീജിയൻ ട്യൂബ്യൂൾസ്, കിഡ്നി, ഫ്ലെയിം സെൽസ്, പ്രൊബോസിസ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കോക്രോച്ചിന്റെ എന്താണ്? മൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. ദെൻ കാറ്റ് ഫിഷിന്റെ എന്താ? കിഡ്നി ആണ്. ഇവിടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാറ്റ് ഫിഷിന്റെ കിഡ്നി ആണ്. എർത്തുവർമിന്റെ എന്താ? നെഫ്രീഡി ആണ്. ദെൻ ബലാനോഗ്ലോസസ് ഏതാ? ഹെമികോഡേറ്റയിൽ വരുന്നതാണ്. അവരുടെ പ്രൊബോസിസ്. ഓക്കെ, പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. ദെൻ ഫ്ലാറ്റ്വർമിൽ ഏതാണ്? ഫ്ലെയിം സെൽസ്. ഓക്കെ, ഫ്ലാറ്റ്വർം ഫോർ എഫ്, ഫ്ലെയിം സെൽസ്. ഓക്കെ, ഫ്ലാറ്റ്വർം ഇതിൽ വരുന്നതാണ് പ്ലാറ്റിഹെൽമിന്തസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഡിസ്കസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ കൊടുത്തിരിക്കുന്ന പെന്നാറ്റുലേറ്റ ആൻഡ് ഗോർഗിയോണ, ആൻറ്റോഡൻ, എക്കിനസ് ആൻഡ് കുക്കുമേറിയ. ഓക്കെ, ദെൻ സീ ലില്ലി, സീ പെൻ, സീ അർച്ചിൻ, സീ കുക്കുംബർ, സീ ഫാൻ. ഇവരുടെ കോമൺ നെയിംസും അതുപോലെ തന്നെ അവരുടെ സയന്റിഫിക് നെയിംസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെന്നാറ്റുലേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ പെൻ ആണ്. ഓക്കെ, അത് ഏതിൽ വരുന്നതാ? സിലിണ്ടറേറ്റിൽ വരുന്നതാണ്. ദെൻ ഗോർഗിയോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ഫാൻ ആണ്. അതും ഏതിൽ വരുന്നതാ? സിലിണ്ടറേറ്റിൽ വരുന്നതാണ്. ദീസ് ആർ ദ കോമൺ നെയിംസ്. ഓക്കെ, ദെൻ ആൻറ്റോഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ലില്ലി ആണ്. ഏതിൽ വരുന്നതാ? എക്കനോഡെർമേറ്റ. നെക്സ്റ്റ് എക്കിനസ് ഓൾറെഡി നമുക്കറിയാം. എക്കനോഡെർമേറ്റയിൽ വരുന്നതാണ്. സീ അർച്ചിൻ ആണ്. ആൻഡ് കുക്കുമിനേറിയ ഞാൻ നേരത്തെ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. സീ കുക്കുംബർ അത് വരുന്നത് എക്കനോഡെർമസിലാണ്, സിലിണ്ടറേറ്റിൽ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്. തേർഡ് വൺ പോറിഫെറ, മൊളസ്ക, ടീനോഫോറ, ആംഫീബിയ, മമേലിയ. ഓക്കെ, ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പോറിഫെറ ഏതാണ്? പോർഫിയറിംഗ് ആണ്. അവരിൽ ഏതാണ്? ക്വാനോസൈറ്റ്സ് അല്ലെ? നമ്മൾ പറഞ്ഞു കോളർ സൈറ്റ്സ് അല്ലെങ്കിൽ ക്വാനോസൈറ്റ്സ്. ദെൻ മൊളസ്കയിൽ ഏതാണ്? റാഡുല. എന്താണ്? ഫീഡിംഗ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ടീനോഫോറയിൽ ഏതാ? കോംബ് പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ അവരെന്ത് പറയും? കോംബ് ജെല്ലീസ് എന്ന് പറയും. ദെൻ ആംഫീബിയയുടെ കേസിൽ ആംഫീബിയയുടെ എന്താണ്? കോമൺ ചേംബർ. ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്? അതായത് ഡൈജഷൻ അതുപോലെ തന്നെ യൂറിനറി ഇതിലെല്ലാം വേസ്റ്റ് പ്രൊഡക്റ്റ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന കോമൺ ചേംബറിനെ നമ്മൾ ക്ലോക്ക എന്ന് പറയും. ആൻഡ് ദ ലാസ്റ്റ് വൺ മമേലിയ. എന്താണ്? മാമറി ഗ്ലാൻഡ് ഉള്ളത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത്? മമേലിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓൾ കോഡേറ്റ്സ് possess exoskeleton, limbs, skull and last option axial skeleton, rod of notochord. Okay, കോഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആക്സിയൽ സ്കെൽറ്റൺ, റോഡ് ഓഫ് നോട്ടോകോഡ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ന്യൂമാറ്റിക് ബോൺസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഫൗണ്ട് ഇൻ. ന്യൂമാറ്റിക് ബോൺസ് ഏതാണ്? ബേർഡ്സിലാണ് വരുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് പിജിയൻ, ഹൗസ് ലിസാർഡ്, ഫ്രോഗ്, ടാഡ്പോൾ, ഫ്ലൈയിങ് ഫിഷ്. ഏതാണ്? പിജിയൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോഡേറ്റ് ക്യാരക്ടർ. ഒരു കോഡേറ്റ് ക്യാരക്ടർ ഏതാണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ഗിൽസ്, പൈറക്കിൾസ്, പോസ്റ്റ് ഏനൽ ടെയിൽ, കൈറ്റിനസ്, എക്സോസ്കെൽറ്റൻ. ഏതാണ്? പോസ്റ്റ് ഏനൽ ടെയിൽ. ഞാൻ കോഡേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിച്ചപ്പോൾ അതിന്റെ സൈഡിൽ നോട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓൾറെഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്കിൻ ഈസ് ദ റെസ്പിറേറ്ററി ഓർഗൻ. ഏതിലാണ് തന്നെ? ഫ്രോഗിലാണ് സ്കിൻ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് വരുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് പോറിഫെറ ബേസ്ഡ് ഓൺ ബ്രാഞ്ചിങ്, സ്പിക്യൂൾസ്, റീപ്രൊഡക്ഷൻ ആൻഡ് സിമെട്രി. ഏതാണ്? സ്പിക്യൂൾസ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. സ്പിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്മോളർ ഓസിക്കിൾസ്, ഇൻസൈഡിലുള്ള സ്മോളർ എൻഡോസ്കെൽറ്റനിലുള്ള സ്കെൽറ്റൻസിനെയാണ് നമ്മൾ സ്പിക്യൂൾസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഒക്കേഴ്സ് ഇൻ എക്നോഡെർമേറ്റ? ബൈലാറ്ററൽ സിമെട്രി, റേഡിയൽ സിമെട്രി, പോറസ് ബോഡി ആൻഡ് സോഫ്റ്റ് സ്കിൻ. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി ആണ്. എക്നോഡെർമേറ്റയിൽ റേഡിയൽ സിമെട്രിയിലും ബൈലാറ്ററൽ സിമെട്രിയിലാണ് പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇതിന്റെ അഡൽട്സ് ഇതിലാണ് വരുന്നത്. റേഡിയൽ സിമെട്രി ഷോ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റാർ ഫിഷ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കാം. ദ നെക്സ്റ്റ് വൺ, പോയിന്റ് ഔട്ട് ദ നോൺ പാരസൈറ്റ്. ഓപ്ഷൻസ് ടർപ്വേൺ, മോസ്കിറ്റോ, ലീച്ച് ആൻഡ് സി അനിമോൺ. നോൺ പാരസൈറ്റ്. സി അനിമോൺ എന്താ? സിംബയോട്ടിക് അസോസിയേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
Then next one question, coelom derived from blastocele is known as. Okay, coelom blastocele നിന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, സ്യൂഡോസീലം എന്നാണ് പറയുന്നത്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസസ്റ്റ് റിലേറ്റീവ് ഓഫ് മാൻ? ഓപ്ഷൻസ് ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടാൻ ആൻഡ് ഗിബൺ. ഏതാണ്? ചിമ്പാൻസി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ദീസ് ആർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെനം ഓഫ് കോബ്ര അറ്റാക്സ്. കോബ്രയുടെ വെനം എന്തിനാ അറ്റാക്ക് ചെയ്യുന്നത്? നെർവസ് സിസ്റ്റത്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. ബിഗ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കവർ ചെയ്ത് പോവാം. ഓക്കെ.